ജസ്റ്റിസ് ഫോർ ജാസ്ലിയ ജോൺസൺ. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് ജാസ്ലിയ ജോൺസൺ. ഈ കുട്ടിക്ക് 19 വയസ്സാണ് പ്രായം. കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 28 അങ്കമാലിയിലെ ടെൽക്കോ എന്ന ടൗണിൽ വെച്ച് തന്നെ അതിവേഗത്തിൽ വന്ന XUV എന്ന് പറയുന്ന ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചതാണ് ഈ കുട്ടിയെ. അന്ന് ഈ വണ്ടി ഓടിച്ചത് ഡോക്ടർ സിറിയൽ എന്ന് പറയുന്ന ഇവനാണ് വണ്ടി ഓടിച്ചത്. ഇവനെ ഇതുവരെ, ഈ നിമിഷം വരെ നമ്മുടെ കേരള പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. വണ്ടി ഓടിച്ചിരുന്ന വ്യക്തിയാണ് ഡോക്ടർ സിറിയൽ. ഇവന് ഇതുവരെയായിട്ടും നമ്മുടെ കേരള പോലീസിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരള പോലീസിന്റെ കഴിവ്. പോലീസ് വൃത്തം പറയുന്നത് ഇവൻ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് പറയുന്നത്. അപകടത്തിന് ശേഷം, അതായത് ഫെബ്രുവരി 28 ശേഷം ഈ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഇതുവരെയായിട്ടും, ഇന്ന് 4-5 ദിവസമായി കുട്ടി മരണപ്പെട്ടിട്ട്, ഇതുവരെയായിട്ടും ഇവനെ കണ്ടുപിടിക്കാൻ പോലീസിന് ആയിട്ടില്ല. അല്ലെങ്കിൽ രാത്രി ഹോട്ടൽ റൂമിലൊക്കെ പോയിട്ട് റെയ്ഡ് നടത്തിയിട്ടാണല്ലോ പ്രതിയെ പിടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പോലീസ്. ഇവനെതിരെ ലുക്കൌട്ട് നോട്ടീസും മറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? ഇവന്റെ കാറ് മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. ആ കാർ ഇവൻ ഉപേക്ഷിച്ച് പോയതിനാലാണ് ഇവന്റെ കാർ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും ഇവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കൊന്നും ഇവിടെ സൈബർ പോലീസ് പോലും ഇപ്പോൾ ഇല്ല എന്നാണ് എന്റെ സംശയം. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മുടെ വാർത്താ ചാനലുകൾ പുറത്തിറക്കിയ ന്യൂസ് ഞാൻ കാണിച്ചു തരാം. അങ്കമാലിയിൽ ബികോം വിദ്യാർത്ഥിനി വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ച ഡോക്ടർ സിറിയക് പി ജോർജിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ പോലീസ് നീക്കം. പോലീസിന്റെ ഒരു അന്വേഷണം കാര്യക്ഷമമല്ല എന്നതാണ് വലിയ ആക്ഷേപം ഉയരുന്നത്. കാരണം ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതും ദേശീയപാതയിൽ ഇത്രയധികം CCTVകളൊക്കെ ഉള്ള സ്ഥലത്ത് ആളെ തന്നെ തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമാണ്. സിറിയക് പി ജോർജാണ് ആ കാർ XUV ഓടിച്ചതെന്ന്. ആള് പക്ഷേ എവിടെയാണ് എന്നതിൽ പോലീസിന് ഒരു എത്തും പിടിയുമില്ല. ഇപ്പോ അല്പസമയം മുൻപ് പോലും പോലീസ് പറഞ്ഞത് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും, ആളിപ്പോഴും ഒളിവിലാണ് എന്നതാണ്. ഇവിടെ മഞ്ഞാലി ചാലക്ക മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിദ്യാർത്ഥിയാണ് ഈ സിറിയക് പി ജോർജ്. അയാളുടെ അതിരമ്പുഴയിലെ വീട്ടിലൊക്കെ ഇന്നലെ പോലീസ് പോയി പരിശോധന നടത്തിയിരുന്നു. അവിടെയൊന്നും ഇല്ല എന്നറിഞ്ഞാണ് ഇപ്പോൾ വിമാനത്താവളത്തിലടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കമായി കടന്നിരിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടി മരിച്ചു. കുട്ടിയുടെ സംസ്കാരം ഇന്നലെ കഴിഞ്ഞു, അവയവദാനമൊക്കെ കഴിഞ്ഞു. വലിയ വൈകാരികമായിട്ടായിരുന്നു ഇന്നലെ ആ ചടങ്ങുകളൊക്കെ അവിടെ നടന്നത്. ഇപ്പോൾ ആ വീട്ടുകാർ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അവരിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അതിനൊപ്പം കുട്ടി പഠിച്ച കോളേജിലെ സഹപാഠികളും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ഇന്നലെ രാത്രിക്കുള്ളിൽ ആളെ പിടികൂടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ പറഞ്ഞു. അത് ഇന്ന് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്ര ദിവസമായിട്ടും ഒരു അപകട കേസിൽ, ഇത്ര ദാരുണമായ ഒരു അപകടത്തിൽ ഒരാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നത് പോലീസിന്റെ വീഴ്ചയായിട്ട് തന്നെയാണ് ഇവരൊക്കെ കണക്കാക്കുന്നത്. അതിനൊപ്പം തന്നെ അവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഈ അപകടത്തിന് കാരണമായിട്ട് ഇന്നലെ അധ്യാപകരടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ഒരാളല്ല, ഒന്നിനു പുറകെ കുറെ ആളുകൾ, കുട്ടികളടക്കം ആ വഴിയിൽ ഇതുപോലെ അപകടത്തിൽ ദാരുണാന്ത്യം വരെ സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ സിറിയക് പി ജോർജ് നിലവിൽ ഒളിവിലാണ്. ഈ കുട്ടിയുടെ അപകട മരണത്തിൽ ഇതുവരെ ആളെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്. ഇവനൊക്കെയാണ് ഒരു ഡോക്ടറിന് പഠിക്കുന്ന വിദ്യാർത്ഥിനി എന്ന് പറയാൻ. ഒരു ഡോക്ടർ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് എന്താ സംഭവിച്ചതെന്ന് എങ്കിലും നോക്കണം. അതാണ് മാനുഷിക പരിഗണന എന്ന് പറയുന്നത്. ഡോക്ടർ ആയില്ലെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ചെയ്യേണ്ട ഒരു സാധാരണമായ ഒരു വാഹനാപകടം ഉണ്ടായാൽ നമ്മളൊരു പ്രാഥമിക ശുശ്രൂഷയിൽ കൊടുക്കേണ്ട കാര്യമുണ്ട്. അതുപോലും ഇവൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഇവനെ എങ്ങനെയാണ് ഡോക്ടർ എന്ന് വിളിക്കുന്നത്? ഈ കൊലയാളീനെ ഇവനെ എങ്ങനെയാണ് ഇവൻ ഇപ്പോഴും ഒളിവിൽ ആയിരിക്കുന്നത്? ആരുടെ സഹായത്തോടെയാണ്? ഇത്രയും വലിയൊരു കേരള പോലീസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇത്രയും വലിയ ഫോഴ്സ് ഉള്ള നമ്മുടെ കേരള പോലീസിന് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അറിയുമ്പോൾ നമ്മൾ സാധാരണക്കാർ എന്താണ് വിചാരിക്കേണ്ടത്? ഇവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ നമ്മുടെ പോലീസുകാർക്ക്? ഈ ജസ്ലിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പാർട്ട് ടൈം ആയിട്ട് ജോലിക്കും കൂടി പോയിട്ടാണ് ഈ കുട്ടിയുടെ പഠനം നോക്കിയതും ആ പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളും അത്യാവശ്യം നോക്കിയിരുന്നു. അങ്ങനെ ഒരു പാവം പിടിച്ച ഒരു സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണോ ഈ പോലീസുകാർ ഇതിന് വലിയ ഇത് കൊടുക്കാത്തത്, ഒരു താല്പര്യം കൊടുക്കാത്തത്? ഈ കുട്ടിയെ കുറിച്ചിട്ട് ഈ കുട്ടിയുടെ ടീച്ചർ പറയുന്നൊന്ന് കേൾക്കാം. നമ്മളത് കേട്ട് കഴിഞ്ഞ് നമ്മുടെ ആരുടെയാണെങ്കിലും ചങ്ക് പൊട്ടിപ്പോവും. ഞാൻ വിചാരിച്ചു അവള് പേടിച്ചതായിരിക്കും വണ്ടി ഇടിച്ചതിന് വെച്ചിട്ടത്. നിങ്ങൾ തന്നെ അത് നോക്ക്. ആ വളവിന്റെ അവിടെ ആർക്കെങ്കിലും ജീവൻ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാ കാറ് വന്നേന്ന് നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞു നടക്കുക. കാരണം എപ്പോഴാ ഒരു വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല.
ഞാനിവിടെ വന്ന വർഷം മുതല് ഈ കോളേജിന്റെ മതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോ വണ്ടിയൊക്കെ മലർന്നിങ്ങനെ കിടക്കണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ജാസ്ലിയെ പോയി. ഇനി ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. എത്ര കുട്ടികളെ ഇവിടെ നടക്കണേന്നറിയോ? അവിടെ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ സ്ഥലമില്ല. ഹൈവേ കൂടെയാണ് നടക്കേണ്ടി വരിക. അവളൊന്നും ചെയ്തിട്ടില്ല. പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന പെങ്കൊച്ചാണ് ജാസ്ലിയ. അവളുടെ അപ്പനെ കുറിച്ച്, ചേട്ടനെ കുറിച്ച്, അമ്മേനെ അടുത്ത വർഷം ഇവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ ചേർക്കണം. മിസ്സേ, എന്റെ അമ്മ +2 സയൻസിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി. ഈ പേജ് ലഭിച്ചില്ലല്ലോ. എന്റെ അമ്മേനെ പഠിപ്പിക്കണം മിസ്സേ എന്നോട് വന്ന് പറഞ്ഞതാണ് ജാസ്ലിയ എന്ന് പറയുന്ന കുട്ടിയുടെ കൂട്ടുകാരുടെ പ്രതികരണം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കുട്ടി എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു അവർക്കൊക്കെ എന്ന്. അതിലുപരി ഈ കുട്ടിയുടെ മരണത്താൽ ഈ കുട്ടിക്ക് ബ്രെയിൻ ഡെത്താണ്, അതായത് മസ്തിഷ്ക മരണമാണ് ഉണ്ടായത്. ഈ പെൺകുട്ടിയുടെ അവയവങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യുകയും കൂടി ചെയ്തു. എന്റെ പോലീസുകാരെ, നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടോ? അങ്ങനെ ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കുട്ടി, ആ കുട്ടിയുടെ ശരീര അവയവങ്ങൾ വരെ ദാനം ചെയ്തു. അതിനുള്ള ഒരു നന്ദിയെങ്കിലും നിങ്ങളെ പോലുള്ളവർ കാണിക്കണം. ഈ ജസ്ലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു ആ കുട്ടിയിൽ നിന്ന്. നമുക്ക് ഇനി ജസ്ലിയുടെ കൂട്ടുകാരുടെ ഒരു പ്രതികരണം നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്പർ കണ്ടുപിടിച്ചു, ആളെ കണ്ടുപിടിച്ചു, ആരായിരുന്നു എന്ന് പിടിക്കാൻ മാത്രം എന്തോ ഈ കഷ്ടപ്പാട്, അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. 5 ദിവസമായി ശരി, 1-2 ദിവസം, ഇത് 5ാമത്തെ ദിവസമാണ്. എന്നിട്ടും ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് വളരെ നല്ല കഷ്ടപ്പെട്ട സാധനമാണ്. ഒന്നും വേണ്ട, ഇപ്പോഴത്തെ മീഡിയ, ഇപ്പോഴത്തെ നമുക്ക് കിട്ടിയ നമുക്കുള്ള അവൈലബിലിറ്റീസും കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെന്ത് പൊട്ടന്മാരാണോന്ന് ഞങ്ങൾ ചോദിക്കാറുള്ളത്. നമ്മൾ ഇത്രയും ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സിം ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇവർ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. നമ്മളും കഴിക്കുന്ന ഒരേ സാധനം തന്നെ. അവര് ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണോ? അവര് വലിയ വീട്ടിലെ ആൾക്കാരായതുകൊണ്ടാണോ? ഇത് ഞങ്ങൾക്ക് നീതി തന്നെ വേണം. ഞങ്ങൾ എന്തായാലും കണ്ടുപിടിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ അവളെ അടക്കിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. ജീവൻ കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടി മരണത്തിലേക്ക് പോയത്. പക്ഷെ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണ്ടേ? അതെങ്ങനെ കിട്ടേണ്ടത്? അത് ഈ ഡോക്ടർ എന്ന് പറഞ്ഞ, ഈ സിറിയൽ എന്ന് പറഞ്ഞ ഇവനെ പിടിക്കണം. അതായത് ഈ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞ അവനെ പിടിക്കണം. അവൻ ഇത്രയും ദിവസമായിട്ട് ഒളിവിലാ. അവനെ പിടിക്കുക തന്നെ വേണം. അവനെ പിടിക്കാതെ എങ്ങനെയാ ഇവൾക്ക് നീതി കിട്ടണത്? ആ പെൺകൊച്ചിന് നീതി കിട്ടണത് എങ്ങനെയാ? ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് എങ്ങനെയാ കിട്ടണത്? ആ കുട്ടിക്ക് എന്തുമാത്രം ആഗ്രഹങ്ങൾ ഉണ്ടായ ഒരു പെൺകൊച്ചാ. വീട്ടുകാർ എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്ന ഒരു പെൺകൊച്ചാ. ആ കോളേജിലെ അധ്യാപകരും സ്റ്റുഡൻസും അടക്കം ആ കുട്ടിയെ കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ നമ്മൾ കേട്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഈ കുട്ടിയുടെ ടീച്ചർ പറയുന്നുണ്ട് ആ റോഡിനെ കുറിച്ചിട്ട്, അത് ഭയങ്കര ഭീതികരമായ റോഡാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഇതൊന്നും കാണുന്നില്ലേ? ഈ റോഡൊക്കെ നിർമ്മിക്കുന്നുണ്ട്, അതിന് വല്ല പരസ്യം കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ റോഡ് നിർമ്മാണം എത്ര നാൾ നീണ്ടു നിൽക്കുന്നുണ്ട്? അതിന് എത്രമാത്രം കരുതലുണ്ട് ആ റോഡിന്. ആ ടീച്ചർ എന്നെ പറയുന്നുണ്ട് അവരതിൽ കൂടി നടക്കാൻ നേരത്തെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാണ് നടക്കുന്നതെന്ന്. ഒന്നും പറയാനില്ല നമ്മുടെ മന്ത്രിക്ക്. അതായത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിക്ക് ആക്സിഡന്റ് പറ്റിയതിന് ശേഷം, അതായത് പോലീസുകാർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പ്രതി പിറ്റേ ദിവസം അതായത് പോലീസുകാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതി പിറ്റേ ദിവസം 10 മണിയാവുന്നതോടെ പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകും എന്നാണ് പറഞ്ഞത്. എന്തിന് ഇത്രയും വെയിറ്റ് ചെയ്യണം? ഈ പ്രതിയെ വരുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു പോലീസിന്? അതിന് മാത്രം പിടിപാടുള്ള ആളായിരുന്നു ഇവൻ. പിറ്റേ ദിവസം 10 മണിയാകുമ്പോഴത്തേക്ക് വന്ന് ഹാജരാകും എന്നാണ് പോലീസുകാർ പറഞ്ഞത്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രതി, അതായത് ഈ ഡോക്ടർ സിറിയൽ, അയാള് ജാസ്ലിയെ കൊന്ന ഇവന് പിറ്റേ ദിവസം 10 മണി വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇവൻ സ്റ്റേഷനിലോട്ട് എഴുന്നള്ളാൻ വേണ്ടിയിട്ട്? അപ്പൊ ഈ പ്രതി കള്ളു കുടിച്ചോന്നോ അല്ലെങ്കിൽ മറ്റ് പരിശോധനയൊന്നും പോലീസുകാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല? അത് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു സംഭവം എന്താ? പോലീസുകാർക്ക് അതിൽ നിന്നുണ്ടാവുന്ന നേട്ടം എന്താ? ഇത് വല്ല ഗൂഢാലോചനയുടെയുള്ള സംഭവം വല്ലതും ആണോ? അറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയും കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതെന്താ കേരള പോലീസിന് ഇവനെ പിടിക്കാൻ പറ്റില്ല എന്നാണ് പറയണത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ചെയ്യണം. ഇവന്റെ ഫോട്ടോസ് എല്ലായിടത്തും തന്നെ ഷെയർ ചെയ്യണം. ഇവനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ ഇവനെതിരെയുള്ള നീക്കങ്ങൾ തുടങ്ങണം. ഇനി നമുക്ക് ഈ ജാസ്ലിയുടെ മരണത്തിന് കാരണമായ ഈ തെൽക്ക് വളവിനെ കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്പീഡിലൊക്കെയാണ് വണ്ടി പാസ് ചെയ്യുമ്പോൾ ചില വണ്ടിക്കാരൊന്നും നോക്കുക പോലും ഇല്ല സ്പീഡിൽ വരുമ്പോ.
ഒരു വളവാണ്. ഈ വളവിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ മേക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും അങ്കമാലി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും ഈ ക്രോസ് ചെയ്യുന്നത് വലിയ അപകടത്തിന് കാരണമാകുന്നുണ്ട്. കൂടാതെ ഇവിടെ കാൽനട യാത്രക്കാർക്കായി യാതൊരു സംവിധാനങ്ങളുമില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഈ മോർണിംഗ് സ്റ്റാർ കോളേജിലെ കുട്ടികൾ കോളേജ് വിട്ട് വരുമ്പോൾ അവർക്ക് ഈ യാത്ര ചെയ്യുവാനായിട്ട് കൃത്യമായ ഒരു നടപ്പാതയോ ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളൊക്കെ നടന്നു വരുമ്പോൾ തന്നെ അവരെല്ലാവരും ഈ റോഡിൽ കൂടി ആണ് നടന്നു വരുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനാണ്. ഈ കുട്ടികളെല്ലാവരും നടന്നു വരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവരെല്ലാവരും ഈ ഹൈവേയിൽ കൂടി തന്നെ നടന്നു പോകുന്നത്. ഇതൊക്കെ അധികൃതർ കാണേണ്ട കാഴ്ചകളാണ്. അഡ്വക്കേറ്റ് സജി ജോസഫ് കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കൊടും വളവാണ്. ഈ വളവിൽ ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ 4 സൈഡിൽ നിന്നും വണ്ടികൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഒരു ജംഗ്ഷൻ. അതിനുശേഷമുള്ള ഒരു വളവ്. വണ്ടികൾക്ക് ഒരിക്കലും പരിചയമില്ലാത്ത വണ്ടികൾക്ക് ഒരു കൺട്രോൾ കിട്ടാത്ത ഒരു സ്ഥലമാണ്. ഇവിടെ ക്രോസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് വണ്ടി പോകുമ്പോൾ ഈ വളവ് പെട്ടെന്ന് അറിയില്ല. നേരെ ഇവിടെ കോളേജാണ്. ഈ കോളേജിന് മതിൽ ഇടിച്ച് വീഴ്ത്തലാണ് സ്ഥിരം വണ്ടികളിൽ സംഭവിക്കുന്നത്. ഈ കോളേജിൻ്റെ ആ മതിൽ മിക്കവാറും ദിവസങ്ങളിൽ മതിലുമേ വണ്ടി ഇടിച്ച് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുപോലെ തന്നെ അങ്ങേ സൈഡ്, ആ സൈഡിലും വളവാണ്. അല്ല, ഈ നാഷണൽ ഹൈവേയുടെ ഈ മാട്ടിങ്ങപ്പലയുടെ മുൻപിലുള്ള ഭാഗത്തും വലിയ വളവാണ്. അവിടെയും രാത്രി കാലം അപകടം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഗോപാലൻ്റെ മകന് ഒരു അപകടം പറ്റി മരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ പള്ളിയുടെ മുമ്പ് ഈ വളവിൽ വെച്ചിട്ടാണ്. ആ കൽവെട്ടിൽ എന്തോ മുട്ടിയിട്ടാണ്, മീഡിയനിലൂടെ മുട്ടിയിട്ടാണ് അപകടം സംഭവിച്ചത്. അപ്പോൾ ഈ വളവ് അപകട മേഖലയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ജംഗ്ഷനിൽ തന്നെ ഡിമ്മർ വെച്ചിട്ടുണ്ട്. അത് 1 വർഷം മുമ്പാണ് ഒരു വണ്ടി ഇടിച്ചത് പോയത്. അതിന് പൈസ ഞാൻ ഇവിടെ നാട്ടുകാർ പറഞ്ഞു കേട്ടാണ്, പൈസയ്ക്ക് നാഷണൽ ഹൈവേ ഈടാക്കിയിരുന്നു. അത് പകരം പണിയുന്ന ഡിമ്മർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. പൈസ ഇടിച്ച വണ്ടിക്കാരിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇന്ന് വരെ അത് വെച്ചിട്ടില്ല. ഇപ്പോഴും അത് വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ യാതൊരു സുരക്ഷയും ഇല്ലാത്ത ഒരു ഏരിയയായിട്ട് മാറി. ഒരുപാട് 150-150ഓളം വ്യവസായ സ്ഥാപനങ്ങൾ, ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് സ്ഥലം, ഇൻഗൽ ടവർ, അതുപോലെ സിഡ്കോ വ്യവസായ മേഖല, KSIDC, പിന്നെ ജില്ലാ വ്യവസായ കേന്ദ്രം, ഇതിൻ്റെ 150-150ഓളം സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. കണ്ടെയ്നർ ലോറികൾ, വലിയ ലോറികൾ, കമ്പി കയറ്റിയിട്ട് വരുന്ന വലിയ ട്രക്കുകൾ, ലോറികൾ. KSE ബോർഡിൻ്റെ സെൻട്രൽ സ്റ്റോർ ഇവിടെയാണ്. ടെൽക്ക് ഇവിടെയാണ്. ബാംബു കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫീസ് ഫാക്ടറി ഇവിടെയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ ടെൽക്ക് ജംഗ്ഷൻ, ഈ മാട്ടിങ്ങപ്പുഴ ജംഗ്ഷൻ, അങ്കമാലി സൗത്ത് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യാതൊരു സിഗ്നലുകളോ വേറെ നിയന്ത്രണ സംവിധാനങ്ങളോ ഒന്നും നിലവിലില്ല. നാഷണൽ ഹൈവേയോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവർ ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഒരു സിഗ്നൽ സ്ഥാപിച്ചാലെങ്കിലും ഈ വണ്ടികളുടെ അമിത വേഗത നമുക്ക് കുറയാൻ സാധിക്കും. പരിചയമില്ലാത്തവരൊക്കെ വരുമ്പോൾ ഇത് വളവ് അറിയാൻ സാധിക്കില്ല. അങ്ങനെ നടന്നു പോകുന്നവർ ഇടിക്കുന്ന സംവിധാനം, അല്ലെങ്കിൽ നടന്നു പോകുന്നവർക്ക് പോകാനുള്ള ഒരു ഫുഡ് പാത്തേജ് അതുപോലെ ഇവിടെ തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ കോളേജിൻ്റെ സൈഡിലൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കോളേജിന് ഫ്രണ്ട്, അതായത് ഈ വളവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ കുട്ടിയുടെ മരണത്തിന് കാരണം നമ്മുടെ ഗവൺമെന്റ്, അതായത് ഈ വളവും പിന്നെ ഇതുപോലുള്ള അമിത വേഗത്തിൽ വരുന്ന കാറുകളിലും തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെടുന്നില്ല. നമ്മുടെ ഗവൺമെന്റിന് ഇത്രയും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇത്രയും അവൈലബിലിറ്റി ഉണ്ടായിട്ട് പോലും ഇവനെ പോലെയുള്ളവനെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇതിലൊക്കെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നത്. നമ്മുടെ ഗവൺമെന്റിന് പോലും അതിന് ഉത്തരവാദിത്വമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ പോലീസിനെ കുറിച്ചിട്ടുള്ള, നമ്മുടെ പോലീസിന്റെ കഴിവിനെ കുറിച്ച്. അതേസമയം വല്ല പീഡന കേസൊക്കെ ആയിരുന്നെങ്കിൽ ഇവന്മാർ ഓട്ടോ ഓടിയാനെ. എവിടെ പ്രതി എന്ന് പറഞ്ഞിട്ട്. ഒരു കൊച്ച് മരിച്ചു പോകുന്ന ആർക്കും കുഴപ്പമില്ല, ആ കൊച്ചിന്റെ വീട്ടുകാർക്ക് മാത്രമല്ലേ നഷ്ടമുള്ളൂ, അല്ലേ?